ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിപ്പ് മുടക്ക് സമരം അവസാനിപ്പിച്ചു. 139 ദിവസമായി തുടരുന്ന സമരമാണ് അവസാനിപ്പിച്ചത്. ഗജേന്ദ്ര ചൗഹാനെ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഗോവ ചലച്ചിത്രമേളയിലും പ്രതിഷേധം ശക്തമാക്കാൻ വിദ്യാർത്ഥികൾ ആലോചിക്കുന്നു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ജൂലി, ഇന്ന് 7ാം തവണയായിരുന്നു ഇത്തരത്തിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി പ്രതിനിധികൾ വാർത്താ വിതരണ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ചെയർമാൻ ഗജേന്ദ്ര ചൗഹാനെ മറ്റു പ്രതിനിധികളെയും മാറ്റണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വാർത്താ വിതരണ മന്ത്രാലയം തന്നെ വ്യക്തമാക്കി. ഇനിയും ഇക്കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നുമായിരുന്നു വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ വ്യക്തമായ തീരുമാനം അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പഠിപ്പ് മുടക്ക് സമരം അവസാനിപ്പിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. പകരം പ്രതിഷേധം ക്യാമ്പസിന് പുറത്തേക്ക് കൂടി വ്യാപിക്കാൻ കൂടിയാണ് വിദ്യാർത്ഥികൾ തീരുമാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനമായും ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടക്കമുള്ള നിയമനങ്ങളല്ല പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. പകരം രാജ്യത്ത് കേന്ദ്ര സർക്കാർ തുടരുന്ന ഫാസിസ്റ്റ് നയങ്ങൾ, പ്രത്യേകിച്ച് ദളിതർക്കെതിരെ തുടരുന്ന പീഡനങ്ങൾ, കൽബുർഗി വധമടക്കം എഴുത്തുകാർക്കെതിരെ തുടരുന്ന അതിക്രമങ്ങൾ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടി രാജ്യത്തരങ്ങേറുന്ന ഫാസിസ്റ്റ് നയങ്ങളിൽ ഒരു ഭാഗമായി തങ്ങളുടെ കോളേജിൽ അരങ്ങേറിയ രാഷ്ട്രീയ നിയമനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ വ്യാപകമാക്കാനാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ലോകോത്തര സംവിധായകരുടെ കൂടി പിന്തുണ തേടിക്കൊണ്ട് പ്രതിഷേധം നടത്തുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ ഒന്നടങ്കം പഠിപ്പ് മുടക്ക് സമരം അവസാനിപ്പിച്ച് പകരം ഗജേന്ദ്ര ചൗഹാനെയും ഒപ്പം രാജ്യത്ത് തുടരുന്ന ഫാസിസ്റ്റ് നയങ്ങളെ കൂടി എതിർക്കുന്ന രീതിയിലേക്ക് സമരം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ജൂലി, വിവരങ്ങൾ നൽകിയത് മനു ശങ്കർ. അനിശ്ചിതത്വങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ദില്ലി കേരള ഹൗസിൽ ബീഫ് വിളമ്പി തുടങ്ങി. ബീഫ് കഴിക്കാനായി വൻ തിരക്കാണ് കേരള ഹൗസിൽ അനുഭവപ്പെട്ടത്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കം നിരവധി പേർ ക്യാൻറ്റീനിലെത്തി ബീഫ് കഴിച്ചു. അതിനിടെ കേരള ഹൗസിൽ പശുവിറച്ചി വിൽക്കുന്നുവെന്ന് വ്യാജ പരാതി നൽകിയ വിഷ്ണു ഗുപ്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്ഷണത്തിലേക്കുള്ള വർഗീയ കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതിരോധമാണ് കേരള ഹൗസിൽ ഇന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് നടത്തിയ പരിശോധനയെ തുടർന്ന് നിർത്തിവച്ച ബീഫ് വിഭവങ്ങൾ വീണ്ടും കേരള ഹൗസിൽ നൽകി തുടങ്ങി. 100 കണക്കിന് പേർ ബീഫ് കഴിക്കാനായി മാത്രമെത്തി. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പശ്ചിമബംഗാളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊത്താണ് ക്യാൻറ്റീനിലെത്തി ബീഫ് കൂട്ടി ഉച്ചയൂണ് കഴിച്ചത്. അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ടവിഭവം തിരികെ കിട്ടിയ ആഹ്ലാദത്തിലായിരുന്നു ഭക്ഷണം കഴിക്കാനെത്തിയ എല്ലാവരും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഫാസിസം ഉണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. കഴിക്കുന്നതിന് വേണ്ടിയല്ല, ഈ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് എല്ലാവരും ഇന്നിപ്പോൾ ഒന്ന് ബീഫ് കഴിച്ച് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. തിരക്ക് പ്രതീക്ഷിച്ചതിനാൽ ക്യാൻറ്റീൻ അധികൃതർ പതിവിൽ കൂടുതൽ ബീഫാണ് ഇത്തവണ പാകം ചെയ്തത്. പക്ഷെ തിരക്ക് കാരണം ഉച്ചയൂണ് നൽകി തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ബീഫ് തീർന്നു. പക്ഷെ പിന്നീട് വന്നവർ ആവശ്യപ്പെട്ടത് കാരണം രണ്ടാമതും ബീഫ് പാകം ചെയ്യുകയായിരുന്നു. ബീഫ് നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ഇഷ്ടംപോലെ ആൾക്കാർ കഴിച്ചു. ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് തീർന്നു. സാധാരണ എല്ലാ ദിവസത്തിനേക്കാട്ടും കൂടുതലായിരുന്നു ഇന്ന്. ഭക്ഷണത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിച്ച ആഹ്ലാദത്തിലാണ് ഡൽഹിയിലെ മലയാളികൾ. ഡൽഹി കേരള ഹൗസ് ക്യാൻറ്റീനിൽ നിന്നും ക്യാമറാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ബീഫ് വിവാദത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വൈകി വന്ന വിവേകം. ദില്ലി കേരള ഹൗസ് റെയ്ഡിൽ ദില്ലി പോലീസിന്റെ നിലപാട് പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് മുഖ്യമന്ത്രി. നിലപാടിൽ ഉറച്ചു നിന്നാൽ ദില്ലി പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹൗസിലെ ബീഫ് റെയ്ഡിൽ സംസ്ഥാന സർക്കാർ പ്രതികരിക്കാൻ വളരെ വൈകിയോ എന്ന ചോദ്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. അതിനോടുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. അവർ പറയുന്ന ഭാഷ പറ്റൂല, അത് പറ്റുമോ? എനിക്ക് പ്രതികരിക്കുന്നതിന് എൻ്റെതായ ഇതുണ്ട്. ദില്ലി പോലീസിന്റെ റെയ്ഡ് മുൻകൂർ അനുമതി ഇല്ലാതെയാണ്. നിയമപ്രകാരം വെറ്റിനറി ഡയറക്ടർക്ക് മാത്രമേ റെയ്ഡ് നടത്താൻ അധികാരമുള്ളൂ. അധികാരപരിധി ലംഘിച്ച ദില്ലി പോലീസ് മാപ്പ് പറഞ്ഞാൽ നിയമ നടപടി ഒഴിവാക്കാമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അതിനോടൊരു വിശാല മനോഭാവം കാട്ടാൻ കേരളം തയ്യാറാകും. പക്ഷേ ന്യായീകരിക്കുകയാണെങ്കിൽ സംസ്ഥാനം ഇതിനെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോയിരിക്കും. മലയാളിയായ VHP നേതാവ് പ്രതീഷ് വിശ്വനാഥൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത തെറ്റായ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ദില്ലി പോലീസിന്റെ നടപടിയെ വിമർശിച്ച് KPCC അധ്യക്ഷൻ VM സുധീരനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. റെയ്ഡിനെ തുടർന്ന് ഇന്നലെ കേരള ഹൗസിൽ പോത്തിറച്ചി വിളമ്പാത്തതെന്തെന്ന് മറുപടി നൽകാതെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കേരള ഹൗസിൽ പശുവിറച്ചി വിറ്റാൽ റെയ്ഡല്ല അതിലപ്പുറവും നടക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ പറഞ്ഞു. ഡൽഹിയിലെ നിയമമാണ് ബാധകം. കേരളത്തിലെ നിയമം ഡൽഹിയിൽ ബാധകമാക്കണം എന്ന് പറയാൻ ഈ കേരള ഹൗസ് നയതന്ത്ര കാര്യാലയമല്ല. അങ്ങനെ ചില CPM നേതാക്കന്മാർ പറയുന്നത് അത് MP-മാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. ഡിസംബറിൽ കൊൽക്കത്തയിൽ ചേരുന്ന പാർട്ടി പ്ലീനത്തിൽ വയ്ക്കേണ്ട രേഖകളുടെ കരട് യോഗം തയ്യാറാക്കും. നിലവിലെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തും. കേരള ഹൗസ് സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി അമിത്ഷാ കൂട്ടുകെട്ടിന് ഇടനിലക്കാരനായ പ്രദീഷ് വിശ്വനാഥനാണ് അതിക്രമങ്ങൾക്ക് പിന്നിലെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ PB യോഗമാണ് പുരോഗമിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഡിസംബറിൽ കൽക്കത്തയിൽ ചേരുന്ന പാർട്ടി പ്ലീനത്തിൽ വയ്ക്കേണ്ട രേഖകളുടെ കരടിനും PB യോഗം അന്തിമ രൂപം നൽകും. ഇതിനു മുമ്പ് ചേർന്ന CPIM PB യോഗത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും സംഘടനാ സ്ഥിതി വിശേഷങ്ങൾ സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 30 വർഷത്തെ പാർട്ടി സംഘടനാ നിലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേരുന്ന പ്ലീനത്തിൽ വയ്ക്കേണ്ട 3 രേഖകൾ ഇന്ന് PB ചർച്ച ചെയ്യും. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പ്രധാന ചർച്ചാ വിഷയമാണ്. PB യോഗത്തിനു മുമ്പ് മാധ്യമപ്രവർത്തകർ കണ്ട CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരള ഹൗസിന് നേരെ നടന്ന അതിക്രമത്തെ അപലപിച്ചു. ഉന്നതതല അന്വേഷണം വേണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. This has the complete patronization of this Modi government and there should be a high-level magisterial inquiry and action should be taken against the people who have conducted this sort of a raid in the Kerala House. വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായ പ്രദീഷ് വിശ്വനാഥനാണ് കേരള ഹൗസ് അതിക്രമത്തിന് പിന്നിലെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രദീഷ് വിശ്വനാഥൻ്റെ ഇടപെടൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പശുവിറച്ചി കഴിക്കുന്ന ആളാണ്, ബീഫ് കഴിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് അദ്ദേഹം യോജിക്കുന്നുണ്ടോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വർഗീയ ശക്തികളുടെ കടന്നാക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച മുസ്ലിം പണ്ഡിത സംഗമത്തിന്റെ പ്രമേയം ഫാസിസ്റ്റ് ശക്തികളുടെ അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യം ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം. പശുവിറച്ചിയുടെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണെന്നും സംഘപരിവാർ നേതാക്കളെ നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. കേരള ഖത്തീബ്സ് ആൻഡ് ഗാസി ഫോറം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പണ്ഡിത സംഗമത്തിലാണ് പ്രമേയം പാസാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി. സംവരണത്തിന് പകരം മെറിറ്റായിരിക്കണം മാനദണ്ഡമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയ താൽപര്യം മുൻനിർത്തിയാവണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ സംവരണ വിഷയത്തിൽ തൊട്ടുകളിക്കുന്നത് തീക്കളിയാണെന്ന് MES പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. സവിശേഷമായ കോഴ്സുകളിൽ സംവരണത്തിന് പകരം മെറിറ്റ് ആയിരിക്കണം പ്രാധാന്യം നൽകേണ്ടതെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, PC പന്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. 1988 സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് കോടതി നിരീക്ഷണം. ഇത്തരം കോഴ്സുകളിൽ മറ്റു പരിഗണനകൾ കടന്നുവരുന്നത് രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാകുമെന്ന നിലപാട് കോടതി ആവർത്തിച്ചു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യോഗ്യതാ നിർണയത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി നിരീക്ഷണം. അതേസമയം സംവരണം സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിവിധ വിധികൾ വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നതാണെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആരോപിച്ചു. പല ജഡ്ജ്മെന്റുകളും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദി കമന്റ്സ്, നോട്ട് ദി ജഡ്ജ്മെന്റ്, ടെൻഡ് ടു റിഫ്ലക്ട് ദി ഫിലോസഫി ഓഫ് ദ പാർട്ടി ഇൻ പവർ. അതിപ്പോൾ മാത്രമല്ല, പണ്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. തെരുവുനായ വിഷയത്തിൽ മനേക ഗാന്ധിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി താജുദ്ദീൻ ചേർന്നു. താജുദ്ദീൻ, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്? കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിക്ക് ഹൈക്കോടതി അടിയന്തര നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു. തെരുവു നായ്ക്കളെ കണ്ടെത്തി അഭയകേന്ദ്രങ്ങളിൽ എത്തിക്കാൻ എറണാകുളം ജില്ലയിലെ ആയവന പഞ്ചായത്ത് നൽകിയ അനുമതി കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഫോൺ സന്ദേശത്തിന്റെ സാഹചര്യത്തിൽ പിൻവലിച്ച പഞ്ചായത്തിന്റെ നടപടി ചോദ്യം ചെയ്യുന്ന ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. എറണാകുളം സ്വദേശി സെബാസ്റ്റ്യന് പഞ്ചായത്ത് 100 തെരുവുനായ്ക്കളെ പിടികൂടി കോയമ്പത്തൂരിലെ അഭയകേന്ദ്രത്തിൽ എത്തിക്കാൻ അനുമതി നൽകുകയായിരുന്നു.
ഇതിനായി പഞ്ചായത്ത് പ്രത്യേക അനുമതിയാണ് നൽകിയിരുന്നത്. ഈ അനുമതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് ജോയി ഹർജിക്കാരനായ സെബാസ്റ്റ്യൻ നടപടി ആരംഭിച്ച സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നും അടിയന്തര ഫോൺ സന്ദേശം പഞ്ചായത്തിലെത്തിയതിനെ തുടർന്ന് ഈ നൽകിയ അനുമതി, നേരത്തെ പഞ്ചായത്ത് നൽകിയ അനുമതി പിൻവലിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ടാണ് ഹൈക്കോടതി കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിക്ക് അടിയന്തര നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത്. തിരുവനായ വിഷയത്തിൽ മനേക ഗാന്ധിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. വിവരങ്ങളാണ് താജി നൽകിയത്. ബീഹാറിലെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ വോട്ടിംഗ് സമാപിച്ചു. 6 ജില്ലകളിലായി 50 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 53% പോളിംഗ് രേഖപ്പെടുത്തി. പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടിംഗ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ ആര് നയിക്കുമെന്ന സി ദിവാകരന്റെ പ്രസ്താവന അനവസരത്തിലാണെന്നും അത് പാർട്ടിയുടെ നിലപാടല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അത്തരത്തിലുള്ള ചർച്ചയുടെ ഔചിത്യം തീരുമാനിക്കേണ്ടത് സി ദിവാകരനാണെന്നും കാനം പ്രതികരിച്ചു. 16 മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും എന്നൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് അനവസരത്തിലാണ്, ആ ചർച്ച അനൗചിത്യമാണ്. അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് പറഞ്ഞത്. പിന്നെ വ്യക്തിപരമായി അത്തരം അഭിപ്രായം പറയുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അദ്ദേഹം തന്നെ. തെരഞ്ഞെടുപ്പിന് ശേഷവും വീരേന്ദ്രകുമാറും ജനതാദൾ യുണൈറ്റഡും UDFനൊപ്പം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പൂർണ്ണ സംതൃപ്തിയോടെ ആർക്കും ഒരു മുന്നണിയിലും നിൽക്കാനാവില്ല. മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ വീരേന്ദ്രകുമാർ വിട്ടുവീഴ്ച ചെയ്യണമെന്നും ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. മുന്നണിയാകുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു പാർട്ടിയുടെ എല്ലാ താല്പര്യങ്ങളും ഒരു മുന്നണിയിൽ സംരക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ അസംതൃപ്തിയോ കാണും. പക്ഷേ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ പരസ്പര വിട്ടുവീഴ്ചകൾ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് ഒരു മുന്നണിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതെനിക്കറിയില്ല. ഏതായാലും UDF ശ്രീ വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDF തന്നെ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്ക്. പാലക്കാട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറതും ശ്രദ്ധേയവുമായ മത്സരം നടക്കുന്നത് പാലക്കാട് നഗരസഭയിലെ 18ാം വാർഡിലാണ്. വാർഡ് നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ പിടിച്ചെടുക്കാൻ UDFലെ നഗരസഭാ ചെയർമാനും BJP ജില്ലാ പ്രസിഡന്റുമാണ് രംഗത്തുള്ളത്. പാലക്കാട് നഗരഹൃദയത്തിലെ കൊപ്പം വാർഡിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. സിറ്റിംഗ് വാർഡ് നിലനിർത്താൻ LDF രംഗത്തിറക്കിയത് മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ജില്ലയിലെ പ്രമുഖ അഭിഭാഷകനുമായ K. അരവിന്ദാക്ഷനെയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ. ജനങ്ങളുടെ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വരിക എന്നുള്ളത് ഒരു വിശ്വാസമാണ്. നഗരസഭാ ചെയർമാനും ഈ വാർഡിൽ നിന്നുള്ള മുൻ കൗൺസിലറുമായ PV രാജേഷാണ് UDF സ്ഥാനാർത്ഥി. തോൽവി കനത്ത ആഘാതമാകുമെന്നതിനാൽ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് PV രാജേഷ്. നേരത്തെ 10 വർഷം കൗൺസിലറായ നിലയിലും എന്നെ അനുഗ്രഹിക്കും എന്ന് 100% ഉറപ്പാണ്. BJP ജില്ലാ പ്രസിഡന്റും നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ C. കൃഷ്ണകുമാറിനും ജയം അനിവാര്യമാണ്. ശക്തമായ മത്സരത്തിലൂടെ വാർഡ് പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കൃഷ്ണകുമാർ. നിലവിലുള്ള കൗൺസിലർക്കെതിരായിട്ടും മുൻപ് ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്ത നിലവിലുള്ള മുനിസിപ്പൽ ചെയർമാനെതിരായിട്ട് വലിയൊരു വികാരം ജനങ്ങളുടെ അടിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവ് കാരണം മാധ്യമപ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ പത്രപ്രവർത്തകർ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് വായ് മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും പത്രപ്രവർത്തക യൂണിയനും സംയുക്തമായാണ് പ്രകടനം നടത്തിയത്. അത്യാസന്ന നിലയിൽ ഇന്നലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാൻ റെജിമോനാണ് ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം മരിച്ചത്. റെജിമോന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർ ആയിഷയെ ഇന്നലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു.